അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കണം കേട്ടോ. അൽഹംദുലില്ലാ ഞാനും എൻ്റെ ഫാമിലി ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എവിടെ വരെ എത്തി? എന്താണ് നിങ്ങളെ വീട്ടിൽ ഇന്നത്തെ സ്പെഷ്യലൊക്കെ? ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും കൂടി ചെയ്തുകൊണ്ട് വീഡിയോസ് കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലുണ്ടാവും ഞാൻ ഓരോ ദിവസം വീഡിയോസ് ഇടുന്നത്. അപ്പോൾ മറക്കരുത് കേട്ടോ. നമ്മുടെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനത്തെ മോള് ഒരു 8-8:30 ആകുമ്പോൾ സ്കൂളിലേക്ക് പോകട്ടോ. പിന്നെ ഒരു 9:30 ആകുമ്പോൾ കാക്ക പണിക്കും പോകട്ടോ. എന്നിട്ട് ശേഷം നേരെ വെച്ച് പിടിക്കുന്നത് മുറ്റത്തോട്ടാണ് കേട്ടോ. അപ്പോൾ അത് ആ മുറ്റം എല്ലാ ഭാഗത്തും നല്ലോണം അടിച്ച് വൃത്തിയാക്കി ഇങ്ങനെ സെറ്റാക്കി എടുത്തിക്കണം കേട്ടോ. അപ്പോൾ മുറ്റം ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ തന്നെ കാണുമ്പോൾ എന്താ പറയുക, ഒരു മനസ്സിന് റാഹത്താണല്ലേ. എന്നാൽ പിന്നെ ഇങ്ങനെ ഒരാൾ കയറിങ്ങാണ്ട് വരുമ്പോഴും നമുക്ക് ആ ഒരു മുഷിച്ചിലുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ സമാധാനമല്ലേ. അങ്ങനെ മിറ്റടിക്കലൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്ത്, മിറ്റടിക്കുന്ന സമയത്ത് തന്നെ വാഷിംഗ് മെഷീനിൽ തിരുമ്പാട്ടിട്ടാ. അപ്പോൾ അത് തിരുമ്പിങ്ങാണ്ട് നേരെ കൊടുത്തതിൽ ഈ ഒരു ചെയറിലാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഞാൻ ഈ ഒരു ചെയർ നന്നായിട്ട് തുടച്ചെടുക്കലുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് മുറ്റത്തിട്ടാണ് കേട്ടോ. മുറ്റത്ത് പറഞ്ഞാൽ മെറ്റലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പകുതി ഭാഗം മെറ്റൽ ഇട്ടിരിക്കണം. ആ ഒരു മെറ്റലാണ് ഈ ഒരു ചെയർ ഇട്ടിരുന്നത് കേട്ടോ. മുകളിൽ ഷീറ്റ് ഇട്ടുകൊണ്ട് നനയൊന്നുമില്ല. അപ്പോൾ ഇത് തുടച്ച് വൃത്തിയാക്കിയിട്ട് തിരുമ്പിയത് മുഴുവൻ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്നാണ് ഓരോന്നോരോന്ന് പെറുക്കിങ്ങാണ്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോയിങ്ങാണ്ട് തോരയിടുന്നു കേട്ടോ. അപ്പോൾ പെറുക്കി കൊണ്ടുവന്ന ബുദ്ധിമുട്ടായിട്ട് ഒന്നാകണ്ട് തോളിലിട്ടതാണ് കേട്ടോ. അങ്ങനത്തെ ഓരോന്നോരോന്ന് അങ്ങനെ തോരട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെയിലും ഇല്ല മഴയും ഇല്ല, അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണല്ലേ. എന്നാലും ഉണങ്ങിയവർക്കാരം ആ ഒരു പ്രതീക്ഷയാണ് നിൽക്കുന്നത്. എന്തായാലും വാഷിംഗ് മെഷീനിൽ ഒരു ട്രിപ്പ് ഉണക്കിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് കാറ്റിട്ട് ഉണങ്ങുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതാ തിരുമ്പലും തോരടലും മുറ്റടിക്കലും കഴിഞ്ഞിട്ടാ. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ പണിക്ക് നിൽക്കുന്നത് ഒരു 10 മണി ആയിക്കിട്ടാ. അപ്പോൾ ഒരു 10 to 12 വരെ കേട്ടോ. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്ത് തീർക്കുന്ന ജോലികളാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞത്. അങ്ങനെ ഉള്ളിലോട്ട് കയറിയപ്പോൾ 2 റൂമിലെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാ. അപ്പോൾ അത് പറയേണ്ട അവസ്ഥയില്ല, കാരണം പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആവൂലേ. വീട്ടിലുള്ളവരൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആവട്ടെ. അപ്പോൾ അതിൻ്റെ മോളെ റൂമിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ആങ്കറിലും കുളത്തിട്ടുകൊണ്ട് ആദ്യം എന്ത് ചെയ്ത് ജനലൊക്കെ ഉണ്ട് 2 റൂമിലുണ്ട് തുറന്നിട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ എന്താ പറയുക, ആ ഒരു പുറത്തത്തെ ആ നല്ലൊരു കാറ്റ് നമ്മളെ ഉള്ളിലോട്ടുണ്ട് കയറിക്കോട്ടെ, അതൊരു പ്രശ്നസ് വേറെ തന്നെ അല്ലേ. അങ്ങനത്തെ ബെഡ്ഷീറ്റൊക്കെ നന്നാക്കിയപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു കസ്റ്റേപ്പ് ഞാൻ കയ്യിൽ വെക്കലുണ്ട്. എപ്പോഴായാലും എന്തെങ്കിലുമൊക്കെ പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കും ചെയ്യുക. അങ്ങനത്തെ വീണതൊക്കെ നേരാക്കി വെച്ചിങ്ങാണ്ട് ആ ഫ്ലവറും അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിങ്ങാണ്ട് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നല്ലോണം ഒന്ന് തട്ടി കൊട്ടിങ്ങാണ്ട് തലേണയൊക്കെ മാറ്റിങ്ങാണ്ട് ക്ലിയർ ആക്കിങ്ങാണ്ട് ഇതാ പുതപ്പൊക്കെ നല്ലോണം മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ശേഷം ഞാൻ എന്ത് ചെയ്യും, അവിടെ അടിച്ചു വാരിങ്ങാണ്ട് തുടക്കലാണ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് എന്തെങ്കിലും ഞാൻ സ്മെല്ലിന് ആവശ്യമായിട്ട് എന്തെങ്കിലും സ്പ്രേയോ സെൻറ്റോ എന്തെങ്കിലും ഒന്ന് ഞാൻ അവിടെ പൂശി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു ജനലൊക്കെ തുറന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പൂശിങ്ങാണ്ട് ഒരു അടിക്കലും തുറക്കലൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് ആ ഡോറൊക്കെ അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഡോർ ചെന്ന് തുറക്കുമ്പോഴും നമുക്ക് ആ ഒരു ഇതുണ്ടാവും. പിന്നെ അതിൽ പോയി കിടക്കുമ്പോഴും നമുക്ക് ആ ഒരു ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യലിട്ടാ. ഞാനങ്ങനെ എന്നും ചെയ്യൂല, എന്നാലും ഒന്നിടപെട്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു മനസ്സമാധാനം. അപ്പോൾ അത് അങ്ങനെ റൂമൊക്കെ ജനലൊക്കെ തുറന്നിട്ട് അവിടെ അടിക്കലും തുറക്കലൊക്കെ കഴിഞ്ഞ് ആ റൂം സെറ്റ് ആക്കിയിട്ട് ഞാനിവിടെ ഡോറൊക്കെ അടച്ചുങ്ങാണ്ട് ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് പുറത്തിറങ്ങിക്കിട്ടാ. ഇനി അതേപോലെ നമുക്ക് കണ്ടില്ലപ്പോൾ നല്ല നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അടുത്ത റൂം റെഡി ആക്കട്ടെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാകെ വാരി വലിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലധികം ഡ്രസ്സുകൾ കിടക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഇവിടെ എല്ലാവരും ഒന്ന് മേലെ കൂട്ടാം. ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മളാകെ ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആവില്ലേ. അപ്പോൾ ഒന്നാകെ വേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മേലേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ബാത്റൂമിൽ ഇട്ടുങ്ങാണ്ട് ഒന്നങ്ങോട്ട് കഴുകി ഒലുമ്പെടുക്കും. അപ്പോൾ അത് രാവിലെ ആകുമ്പോൾ ഉണങ്ങി കിട്ടും. അപ്പോൾ അതെല്ലാം കൂടി എടുത്തുങ്ങാണ്ട് കട്ടുമ്പോൾ കൊടുത്തിട്ടാണ് കേട്ടോ. എന്നിട്ട് വേണ്ട അടുത്ത ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൽ ചെറിയൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു ക്ലീനിങ് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നോമ്പായതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് ക്ലീനിങ് ആയിട്ട് നിന്നിട്ട് മൊത്തത്തിലെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. എന്താ പറയുക, നല്ലോണം ക്ഷീണം ബാധിക്കും. അജ്ജാതി ചൂടല്ലേ അല്ലേ. അപ്പം ഇതാണ് കേട്ടോ ആ കമൻറ്റ് പറഞ്ഞാൽ മുബഷിറ എന്നുള്ളൊരു ഐഡിയ എന്നാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യണ ഒരു ചെറിയൊരു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു 10 to 12 വരെ മിനിമം അങ്ങനെ ഉണ്ടാ. ആ ഒരു സമയത്തിനുള്ളിലാണ് ഞാൻ ഇത്തരം ജോലികളൊക്കെ കണ്ട് ചെയ്ത് തീർക്കൽ. എന്നാൽ തന്നെ ഒരു പകുതി ജോലി ചെയ്ത് കഴിഞ്ഞൊരു ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടാവൽ. അടിക്കൽ തുടക്കൽ തിരുമ്പൽ എന്താ പറയുക, ഈ ബെഡൊക്കെ തട്ടിക്കൊട്ടിങ്ങാണ്ട് ആ റൂമുകളും ഹാളും കൊലായും മിറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടതിൻ്റെ ശേഷമാണ് ഞാൻ കിച്ചണിലോട്ട് കയറലിട്ടാ. അപ്പോൾ എൻ്റെ കിച്ചൺ ജസ്റ്റ് ഒന്ന് അടിച്ചിടുട്ടാ. എന്നാലും കിച്ചണിൽ വൃത്തിയേടായി കിടക്കുന്നിടത്തൊക്കെ ഒന്ന് നേരാക്കി ലെവലാക്കി വെക്കും. പക്ഷേ കിച്ചണിൽ ഞാൻ അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് നിൽക്കലില്ല കേട്ടോ. പിന്നെ അടുക്കളയിലെ മൊത്തം പണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീതനപ്പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി ലെവലാക്കി വെക്കലിട്ടാ. അതുവരെ അങ്ങനെ അങ്ങോട്ട് കുക്ക് ചെയ്ത് പോവലാണ് കേട്ടോ. എന്നാലും അടുക്കള അങ്ങനെ വൃത്തിയാക്കി ഇടൂല. എന്നാലും നല്ലോണം ഉണ്ട് തടിച്ച് കൊട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ
അടുക്കളയിലെ കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കലുള്ളൂ കേട്ടോ. അങ്ങനെ അയലുമുള്ളതൊക്കെ മടക്കി വെച്ച് അതാത് ഓരോ ഭാഗത്തുള്ളതൊക്കെ ഓരി വെച്ചിങ്ങാണ്ട് അങ്ങനെ മടക്കിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഈ റൂമിലെ തലയണൊക്കെ തട്ടിക്കൊട്ടിങ്ങാണ്ട് ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കൊട്ടി പുതപ്പൊക്കെ തട്ടിക്കൊട്ടിയാണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഞാൻ നല്ല സ്മെല്ലുള്ള സെൻറ്റോ അല്ലെങ്കിൽ സ്പ്രേ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അവിടെ അങ്ങനെ ആക്കി കൊടുക്കൂട്ടോ. എന്നാൽ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ റൂമൊക്കെ നടച്ച് പിന്നെ അടുത്ത് തുറക്കുമ്പോൾ എന്താ പറയുക ഒരു ഇതാണല്ലേ മനസ്സിന്. പിന്നെ അങ്ങനെ കച്ചറ ഉണ്ടാവില്ലല്ലോ, കാരണം ഒന്ന് അടിച്ച് തുടച്ചിലൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ ഉണ്ട് അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയിലാവുമല്ലോ അധികം പണി ഉണ്ടാവില്ലേ. പിന്നെ നിസ്കാരം കാര്യങ്ങൾക്കാവും നമ്മൾ അധികം പിന്നെ ഇങ്ങോട്ട് വരില്ലേ. അങ്ങനെ ഇവിടെയും അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടാ. ഈ റൂമും അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കി ജനലൊക്കെ അടച്ചിട്ടുണ്ടാ. ജനൽ അധികം നേരം തുറന്നിടാൻ പറ്റില്ല കേട്ടോ. വല്ല ഇഴജന്തുക്കളും കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതും സീനാവുമെന്ന് വിചാരിച്ചങ്ങാണ്ട് ആ ഒരു അടിച്ച് തുടക്കണതിൻ്റെ കുറച്ച് മുന്നേ ഞാനങ്ങോട്ട് തുറന്നിടും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അടച്ചിടും. അങ്ങനെ ആ റൂമും ക്ലോസ് ആക്കിയിട്ടാ. ഇനി നമുക്ക് ഹാളും ചെറിയൊരു എന്താ പറയുക ഒരു സോഫ സെറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ കൊലായിൻ്റെ ഭാഗമുണ്ട് കേട്ടോ. അതും കൂടി ഇതേപോലെ എന്താ ഇത് ഒന്നാകെ കസാലൊക്കെ നീക്കിങ്ങാണ്ട് നല്ലോണം എന്താ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടിയും കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഒന്ന് ജസ്റ്റ് ഞാൻ തട്ടിക്കൊട്ടു. പിന്നെ അതുപോലെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചുങ്ങാണ്ട് കസാലയും ടേബിളൊക്കെ അതാത് ലെവലിൽ നല്ലപോലെ നീക്കി നേരാക്കി വെക്കൂട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു സമാധാനമാണ് അല്ലേ. ഇന്നിൻ്റെ ശേഷം അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടാണ്ട് പോയിക്കിട്ടാ. പിന്നെ കൊലായാണ് ബാക്കിയുള്ളത്. പിന്നെ കൊലായും തിണ്ടലയൊക്കെ തുടച്ചങ്ങാണ്ടാണ് ഞാൻ പിന്നെ നേരെ അടുക്കളയിലോട്ട് വെച്ച് പിടിക്കലിട്ടാ. അവിടെ ഞാൻ പറഞ്ഞില്ല ഞാൻ തുടയ്ക്കാറില്ല, ജസ്റ്റ് ഒന്ന് അടിച്ച് വരടും. ബാക്കി കിച്ചണിലെ പരിപാടി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ തുടക്കലിട്ടാ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ആ കമൻറ്റ് ഇട്ട ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ആ ഒരു കമൻറ്റ് ഇട്ട ആളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു വീഡിയോ കണ്ടിട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിനൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് തന്നെ കേട്ടോ മെയിനായിട്ട്. കാരണം നോമ്പായതുകൊണ്ട് കൂടുതലായിട്ട് ക്ലീനിങ് വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. ബാക്കി കിച്ചൻ്റെ വീഡിയോ ആയിട്ട് ഇനി അടുത്തൊരു ദിവസം നമുക്ക് കാണട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സപ്പോർട്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം അടിക്കലും തുറക്കലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് കണ്ടിട്ട് നമുക്ക് നേരെ ഇനി കിച്ചണിലെ പരിപാടിയിലോട്ട് നിൽക്കണം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലോട്ട് ഇനി ചോറ് കറി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ നോമ്പാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിലായിട്ട് ഞാൻ ചെയ്ത് തീർക്കൽ. എന്നാൽ തന്നെ ഒരു പകുതിയിലേറെ ജോലി കഴിഞ്ഞ ഒരു ആശ്വാസമാണ്. പിന്നെ നമുക്ക് മെല്ലെ അടുക്കളയിൽ നിന്നാണ്ട് ബാക്കി പരിപാടികൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ ഒരു വൈകുന്നേരം ഒന്ന് ജസ്റ്റ് അടിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും